കുരുന്നുകൾക്ക് പുതുജീവനേകി കടന്നുപോയ 10 മാസം പ്രായമായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് നടക്കുക. മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം രാവിലെ തന്നെ മല്ലപ്പള്ളിയിലെ വീട്ടിലെത്തിച്ചിപ്പോൾ പൊതുദർശനം തുടരുകയാണ്. ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാരം നടക്കുക. വിശദാംശങ്ങളുമായി വീട്ടിൽ നിന്നും അമൽ സുരേന്ദ്രൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. അമൽ, ഏറെ വേദനാജനകമായ ഹൃദയഭേദകമായ നിമിഷങ്ങളിലൂടെയായിരിക്കും അവിടെ കടന്നു പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്താണിപ്പോൾ, ഏത് രീതിയിലാണ് പൊതുദർശനം പുരോഗമിക്കുന്നത്? ഗൗതം, ഇപ്പോൾ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന മന്ത്രിമാരടക്കം ഇവിടെ ആലിൻ ഷെറിൻ എബ്രഹാമിന് അനുശോചനം അർപ്പിക്കുവാൻ വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി രാവിലെയാണ് വാസവൻ മിനിസ്റ്റർ ഇവിടെ എത്തുകയും ഇപ്പോൾ സജി ചെറിയാൻ ഇവിടെ എത്തി അനുശോചനം അറിയിക്കുകയും അലിന്റെ ഈ ഒരു വിയോഗത്തിൽ അങ്ങേയറ്റം ദുഃഖം അറിയിക്കുമ്പോൾ തന്നെ കുടുംബം ഈ ഒരു ദുഃഖ സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു വേർപാടിന്റെ സമയത്ത് പുലർത്തിയ മികച്ച മാതൃകയ്ക്ക് അദ്ദേഹം ബഹുമാനം അർപ്പിക്കുകയുമാണ് ഉണ്ടായത്. പ്രത്യേകിച്ചും 9 മാസം മാത്രം പ്രായമുണ്ടായിരുന്ന ഒരു കുഞ്ഞിന്റെ അപകടത്തെ തുടർന്നുണ്ടായ ഈ മാസം 5-ാം തീയതി ഉണ്ടായ ഒരു അപകടത്തെ തുടർന്നുണ്ടായ മസ്തിഷ്ക മരണവും അതേ തുടർന്ന് ആ കുഞ്ഞിന്റെ അവയവങ്ങൾ മറ്റ് 4 കുരുന്നുകൾക്ക് പുതുജീവനേകുന്ന ഒരു സവിശേഷമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. മല്ലപ്പള്ളിയിലെ ഈ വീട്ടിലേക്ക് പ്രദേശവാസികളടക്കമുള്ള നിരവധി പേർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ആളുകൾ ഇങ്ങോട്ട് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാവുന്നതാണ് തിരുവല്ല MLA ആയിട്ടുള്ള മാത്യു ടി തോമസ് കുഞ്ഞിന്റെ ആലിന്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച് സംസാരിക്കുകയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു കുട്ടിയുടെ അവയവദാനമാണ് സംസ്ഥാനത്തെ ചരിത്രത്തിൽ തന്നെ, അവയവദാന ചരിത്രത്തിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാനമാണ് നടന്നത്. അതിന്റെ ഭാഗമായി 2 കുഞ്ഞുങ്ങൾക്ക് ശസ്ത്രക്രിയകൾ കൊച്ചിയിലും തിരുവനന്തപുരത്തുമായി വിജയകരമായി തന്നെ നടന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ദ്രിയയ്ക്കും ശ്രേയയ്ക്കുമാണ് 2 വൃക്കകളും കരളും, ആലിന്റെ 2 വൃക്കകളും കരളും മാറി നൽകിയത്. അതോടൊപ്പം തന്നെ മറ്റ് 2 അവയവങ്ങൾ കൂടി നൽകിയിട്ടുണ്ട്. ഇതുമൂലം 4 കുരുന്നുകൾക്കാണ് പുതുജീവൻ ലഭിക്കുക. അപ്പോൾ ആലിൻ ഈ ലോകത്തോട് വിട പറഞ്ഞെങ്കിലും ദേവയോഗം നടത്തിയെങ്കിലും മറ്റ് 4 കുരുന്നുകളിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ അലിന് വീണ്ടും ജീവിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ഇപ്പോൾ ഉള്ളത്. നമുക്കറിയാവുന്നതാണ്, ഇപ്പോൾ അലിന്റെ പൊതുദർശനം വീട്ടിൽ നടക്കുമ്പോൾ അലിന്റെ മൃതശരീരത്തിനോട് അടുത്ത് തന്നെയായിട്ട് മാതാപിതാക്കളും പിതാവിന്റെ അച്ഛനും അടക്കമുള്ള നിരവധി പേർ ഇവിടെ ഉണ്ട്. അവർ രാവിലെ മുതൽ അതിനോടൊപ്പം തന്നെ ചേരുകയാണ്. ഏതായാലും ഇന്ന് 3:30 നെടുങ്ങാടിപ്പള്ളി സെന്റ് തോമസ് CSI പള്ളിയിൽ വെച്ചായിരിക്കും അതിന്റെ സംസ്കാര ചടങ്ങുകൾ നടത്തുക. ഔദ്യോഗികമായിട്ടുള്ള സർക്കാരിന്റെ ബഹുമതികളെല്ലാം ഈ കുരുന്നിന് നൽകിക്കൊണ്ടായിരിക്കും അന്ത്യയാത്ര നൽകുക. അത് സർക്കാർ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അല്പസമയം മുൻപ് നമ്മൾ വാസവൻ മിനിസ്റ്ററുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് നാളെ മുഖ്യമന്ത്രി ഇവിടെ എത്തി, വീട്ടിലെത്തി കുടുംബത്തെ കാണുകയും കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവരെ ആശ്വാസമായി അവരോട് സംസാരിക്കുകയും ചെയ്യുമെന്ന് തന്നെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് എന്നാണ് വാസവൻ മിനിസ്റ്റർ അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ നാടൊന്നാകെ ഈ ഒരു ദുഃഖത്തിൽ പങ്കുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തുകയും പൊതുദർശനം വീട്ടിൽ പുരോഗമിക്കുകയാണ്. മനുഷ്യമഹാസ്നേഹത്തിന്റെ നിറവെളിച്ചമായി മാറിയ കുഞ്ഞുമാലാഖ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയായിരിക്കും അന്ത്യയാത്രയിലേക്ക് പോകുക. അമൽ സുരേന്ദ്രനാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്.